കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ പഞ്ചായത്തിലെ കർഷകർ ഒന്നടങ്കം ആശങ്കയിലാണ്. വീടുകളിലെ പുഴുശല്യം കാരണം വ്യാപകമായ കൃഷിനാശം ഉണ്ടായതോടെ വലിയ നഷ്ടമാണ് പ്രദേശത്തെ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ അടിയന്തര സഹായം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മഴ മാറിയതോടെ പുഴുശല്യം കൂടി. കൂട്ടത്തോടെയാണ് ഇവ വിളകളെ ആക്രമിക്കുന്നത്. ഇലകൾ നശിക്കുന്നതോടെ ചെടികൾ ഉണങ്ങിപ്പോവുകയാണ്. വാഴകൃഷിയെയാണ് കൂടുതൽ ബാധിച്ചിട്ടുള്ളതെങ്കിലും മറ്റു വിളകൾക്കും സമാന നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ചെറിയ തോതിലാണ് വാഴകളിൽ പുഴുക്കൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് വ്യാപകമായെന്നാണ് കർഷകർ പറയുന്നത്. സാധാരണ മഴക്കാലങ്ങളിൽ പുഴു ഉണ്ടാവാറുണ്ട്. ഈ വർഷം എല്ലാ വിളകളിലും ഈ പുഴു, ഈ വാഴ, മറ്റു പച്ചക്കറികൾ ഇതെല്ലാം, അതേമാതിരി വീടുകളിലെ ചുറ്റുപാടുള്ള ഈ മുളക്, മറ്റുള്ള വസ്തുക്കളൊക്കെ ഇതാകും. പുഴുവിൻ്റെ ശല്യവും ശ്രദ്ധിക്കാതെ പോയാലുണ്ടാവുന്ന ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് പച്ചക്കറി ഇതിലുള്ള മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ നാട് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കർഷകർക്ക് ആശങ്ക കൂടുന്നത്. പുഴുക്കൾ കൃഷിത്തോട്ടത്തിൽ നിന്ന് സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്കും വീടുകളിലേക്കും എത്തുന്നുണ്ട്. ചൂട്ടുപയോഗിച്ച് പുഴുക്കളെ തുരത്തുന്നുണ്ടെങ്കിലും കാര്യമായ ഫലമില്ലെന്നാണ് കർഷകരുടെ അഭിപ്രായം. ഞങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന വൃശ്ചിക മാസം ചെറുങ്ങനെ, അതും നേന്ത്രവാഴയ്ക്ക് മാത്രമേ ഉണ്ടാവുക. അപ്പം മൊത്തത്തിൽ എല്ലാ ചെടിക്കും ഈ തരാറ് വന്നിക്ക്. അതുകൊണ്ട് കർഷകരെ കാര്യം കുറച്ച് അപകടത്തിലാണ്. കാരണം ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തെങ്കിലും ഉള്ളൂ കൃഷി ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുമോ. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഇപ്പം പറയാൻ പറ്റുമല്ലോ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് കൃഷി ഓഫീസർ പറയുന്നത്. ചേളന്നൂർ പഞ്ചായത്തിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ആക്രമണം ഉണ്ടായിട്ടുള്ളത് വാഴയിലാണ്. പക്ഷെ വാഴയിൽ മാത്രമല്ല കീടം ഉണ്ടായിട്ടുള്ളത്. ഇടവിളകളായിട്ടുള്ള ചേന, ചേമ്പ്, കൂർക്കൽ, പിന്നെ ഇപ്പോൾ ചേളന്നൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പൂക്കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കൃഷിയിലൊക്കെ ഈ പുഴുക്കളുടെ ശല്യം വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി വഴി വിള പരിപാലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ആവശ്യമുള്ള കെമിക്കൽ നൽകുന്നതിനുള്ള സാഹചര്യം കൃഷിഭവനിൽ ഇപ്പോഴുണ്ട്. ലോൺ എടുത്തും പണം കടം വാങ്ങിയുമെല്ലാമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയിൽ വരുന്ന എത്ര ചെറിയ നഷ്ടവും ഇവരുടെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കും. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഈ പ്രദേശത്തെ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ക്യാമറാമാൻ അമലിനോടൊപ്പം ആനന്ദ് പുതൂർ, ജനം.